ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഡേ 18 ആണ് ഇന്ന് പഠിക്കേണ്ട കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ ഒരു സെഷൻ നമ്മൾ മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ PSC ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC തന്നെ ചോദിച്ചിട്ടുണ്ട്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത പദ്ധതി എന്ന് പറയുന്നത് കെയർ ഗീവർ എന്ന പദ്ധതി എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗീവർ. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനു വേണ്ട പരിശീലനം നൽകുന്നുമുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായിട്ട് കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗീവർ എന്ന പദ്ധതി. അടുത്തത് കെസ്റു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് കെസ്റു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്ട്രേഡ് അൺഎംപ്ലോയിഡ്. കേരള സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ രജിസ്ട്രേഡ് അൺഎംപ്ലോയിഡ് എന്നതാണ് കെസ്റു എന്നതിന്റെ ഫുൾ ഫോം. അടുത്ത പദ്ധതി കേരഗ്രാമം പദ്ധതി. സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. ഓക്കെ, കേരഗ്രാമം പദ്ധതി എന്താണ്? സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. അടുത്ത പദ്ധതി കൈത്താങ്. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ്. ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായവും അനുവദിക്കുന്നുണ്ട്. അടുത്ത പദ്ധതി ക്യൂ. യാത്രികർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ എന്നത്. ഗ്രീൻ ബെൽറ്റ് എന്ന പദ്ധതി എന്താണ്? കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ LP UP എക്സാമിന് വേണ്ടി ഒരു 180 ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് April 6 സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സും അതുപോലെ അൺഅക്കാഡമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ മാർച്ച് 21 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു 55 ഡേയ്സ് ബാച്ച് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സസ് ഉണ്ട്. അതുപോലെ 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ്, KS പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിലെ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഈ ഏപ്രിൽ മാസം നടക്കുന്നുണ്ട്. രാത്രി 8 മണിക്കാണ്. 3, 10, 17, 24 തീയതികളിലായിട്ട് ജോയിൻ ചെയ്യാം, പ്രൈസുകൾ നേടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഇതിലെ മിക്ക പച്ചക്കറികളും. അതാണ് ഗ്രീൻ ബെൽറ്റ് എന്ന പദ്ധതി. ഗോത്രബന്ധു എന്ന പദ്ധതി എന്താണ്? ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്റർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു. ഇനി ഗോത്ര സാരഥി എന്താണ്? ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര സാരഥി. ഗോത്രജ്യോതി എന്ന പദ്ധതി എന്താണ്? ഗോത്രജ്യോതി പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഗോത്രജ്യോതി. ഓക്കെ, ഗോത്രബന്ധു, ഗോത്രസാരഥി, ഗോത്രജ്യോതി ഓർത്തിരിക്കാം. അടുത്തത് ജനനി ജന്മരക്ഷ എന്ന പദ്ധതി.
കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗർഭാവസ്ഥയുടെ 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നത് വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ്. ജനനി ജന്മരക്ഷ എന്ന പദ്ധതിയുടെ കാലയളവ്. അടുത്തത് ജലനിധി എന്ന പദ്ധതിയാണ്. ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി. ജലനിധി. അടുത്തത് ജലസമൃദ്ധ കേരളം. ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം. ജലസമൃദ്ധ കേരളം. തന്റേടം എന്താണ്? കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക്, സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കുന്ന ജെൻഡർ പാർക്കാണ് ഏതെന്ന് പറയുന്നത്? തന്റേടം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി താലോലമാണ്. താലോലം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴും PSC ചോദിക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? താലോലം എന്ന പദ്ധതി. അടുത്ത പദ്ധതിയാണ് തൂവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. തൂവൽ സ്പർശം. അടുത്തത് ദിശ ഹെൽപ്പ് ലൈൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പരീക്ഷാ കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ. കൗൺസിലർമാരുടെ സേവനം 24 മണിക്കൂറിൽ ലഭ്യമാണ്. ടോൾ ഫ്രീ നമ്പർ 1056. 1056 ടോൾ ഫ്രീ നമ്പർ ഓർത്ത് വെച്ചേക്ക, ചോദിച്ചിട്ടുണ്ട്. 1056 എന്നുള്ളതാണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് നവപ്രഭ. പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായിട്ടുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ. നവപ്രഭ. അടുത്തത് നിർഭയ പദ്ധതിയാണ്. ഇമ്പോർട്ടന്റ് ആണ് നിർഭയ പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ. 2012 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. പ്രതിരോധം, സംരക്ഷണം, നിയമ നടത്തിപ്പ്, പുനരധിവാസവും ഏകീകരണവും എന്നിങ്ങനെ 4 പ്രധാന മേഖലകളിൽ ഇതുവഴി സർക്കാർ ഇടപെടുന്നു. നിർഭയ പദ്ധതി. അടുത്തത് നിർഭയ ഷെൽട്ടർ ഹോം ആണ്. ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ 13 ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു. നിർഭയ ഷെൽട്ടർ ഹോം. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലായിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിക്കുന്നത്. അടുത്തത് നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതി. ഓക്കെ, അപ്പൊ നിർഭയ എന്ന് കേട്ടാൽ സ്ത്രീകളെയും കുട്ടികളെയും ഓർത്തോണം. അടുത്ത നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അടുത്ത പദ്ധതിയാണ് നിറവ്. വിത്ത് മുതൽ വിപണി വരെ കാർഷികാനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായുള്ള കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിറവ്. വിത്ത് മുതൽ വിപണി വരെ. നോ യുവർ ജൂറിസ്ഡിക്ഷൻ എന്ന പദ്ധതി എന്താണ്? നോ യുവർ ജൂറിസ്ഡിക്ഷൻ. കേരള പോലീസിന്റെ ഈ മൊബൈൽ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരാൾക്ക് അറിയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയും. അതാണ് ഒരു ആപ്പാണ് നോ യുവർ ജൂറിസ്ഡിക്ഷൻ. അടുത്ത പദ്ധതിയാണ് നൈപുണ്യം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം പദ്ധതി. അടുത്തത് പാലിയേറ്റീവ് പ്രസ്ഥാനമാണ്. പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാവലംബരായി ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. പാലിയേറ്റീവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് പാഥേയമാണ്. ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോറ് എത്തിക്കുന്ന പദ്ധതിയാണ് പാഥേയം. പാഥേയം പൊതിച്ചോറ്. കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത പദ്ധതിയാണ് പഠന വീട്.
പഠന വീട്. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠന വീട് എന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. അടുത്തത് പിങ്ക് ബീറ്റ്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ്. പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കേറിയ സമയങ്ങളിൽ ബസ് സ്റ്റോപ്പ്, സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ സഞ്ചരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കുന്ന പദ്ധതിയാണ് പിങ്ക് ബീറ്റ് എന്ന് പറയുന്നത്. ഇനി പിങ്ക് പെട്രോൾ എന്താണ് പിങ്ക് പെട്രോൾ? തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ നഗരങ്ങളിൽ 1515 ഡയൽ ചെയ്താൽ, അതായത് 1515 എന്ന നമ്പർ ഡയൽ ചെയ്താൽ GISGP എന്ന സംവിധാനത്തിലൂടെ കൃത്യമായ സ്ഥലം കണ്ടെടുത്ത് സഹായം എത്തിക്കുന്ന വനിതാ പോലീസ് വാഹന സംവിധാനമാണ് പിങ്ക് പെട്രോൾ. ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ആരായിരിക്കും? വനിതകളായിരിക്കും. അതാണ് പിങ്ക് പെട്രോൾ എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് പുനർജനി. തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2 മാസത്തെ വേനൽക്കാല ക്യാമ്പാണ് പുനർജനി. SCRTയുടെ സഹകരണത്തോടെ 40 പേർക്കാണ് പരിശീലനം നൽകിയത്. അടുത്ത പുണ്യം പൂങ്കാവനം. ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം എന്നത്. പെപ്പർ ടൂറിസം എന്താണ്? ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പദ്ധതിയാണ് പെപ്പർ ടൂറിസം. പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിംഗ് ആൻഡ് എംപവർമെന്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം എന്നതിന്റെ ചുരുക്കപ്പേരാണ് എന്തെന്ന് പറയുന്നത് പെപ്പർ എന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. കോട്ടയം ജില്ലയിലെ വൈക്കത്ത്. പേയ്മെന്റ് ഗേറ്റ്വേ. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതും വലുതുമായ തുകകൾ പേയ്മെന്റ് ഗേറ്റ്വേ വഴി സംഭാവന സ്വീകരിക്കുന്ന രീതി, അതായത് പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് പ്രതീക്ഷ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പ്രതീക്ഷാ ഭവൻ. എന്താണ് പ്രതീക്ഷാ ഭവൻ? ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ്. മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത് പ്രത്യാശ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പ്രത്യാശ. 50,000 രൂപയാണ് നൽകുന്ന തുക. ഇനി പ്രത്യാശ ഭവനുണ്ട്. അതെന്താണ്? ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശ ഭവൻ. തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ബാലവികലാംഗ സദനം. 16 വയസ്സുവരെയുള്ള വികലാംഗരായ കുട്ടികൾക്കുള്ള സ്ഥാപനമാണ് ബാലവികലാംഗ സദനം. പഠന തൊഴിൽ പരിശീലന സൗകര്യങ്ങളുണ്ട്. ആലപ്പുഴയും കണ്ണൂരും ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത പദ്ധതിയാണ് ബാലമുകുളം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. ഭൂരഹിതരില്ലാത്ത കേരളം. ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രദാനം ചെയ്യുന്നതിനായി 2013 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന് പറയുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം. അടുത്തത് മന്ദഹാസമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. മന്ദഹാസം പദ്ധതി വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് മന്ദഹാസം. ഓക്കെ. മധുമുക്തി. കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് മധുമുക്തി എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അടുത്തത് മഴപ്പുലിമ. മഴവെള്ളം സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മഴപ്പൊലിമ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതി പ്രകാരം വീടുകളിലെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം ചെറു പൈപ്പുകൾ ഉപയോഗിച്ച് കിണറുകളിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് മഹിളാ മന്ദിരമാണ്. മഹിളാ മന്ദിരം എന്താണ്? വിധവകൾ, വിവാഹമോചിതർ, അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന സ്ഥാപനമാണ് മഹിളാ മന്ദിരം. 6 വയസ്സുവരെയുള്ള കുട്ടികളെ കൂടെ താമസിപ്പിക്കാനും പറ്റും. ഇടുക്കി ജില്ല ഒഴികെ എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് മാതൃയാനമാണ്.
പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. ചോദിച്ചിട്ടുള്ളതാണ്. മാതൃജ്യോതി എന്ന പദ്ധതി എന്താണ്? കാഴ്ചാ വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. മിശ്രവിവാഹ ധനസഹായ പദ്ധതി 22,000 രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിയാത്തവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. 30,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മിശ്രവിവാഹ ധനസഹായ പദ്ധതി. അടുത്തത് മിത്ര 181. അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനമാണ് മിത്ര 181. വനിതാ വികസന കോർപ്പറേഷന്റെ ഏകോപനത്തിൽ 181 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നു. വിദഗ്ധ പരിശീലനം നേടിയ വനിതകളെയാണ് 24 മണിക്കൂറും സ്ത്രീപക്ഷ സേവനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നടത്തുന്നതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പദ്ധതികളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ വേറെയും കുറെ വീഡിയോസ് ഈ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്മ്യൂണിറ്റി ടാബിലും നമ്മുടെ ടെലഗ്രാം ചാനലിലും ഷെയർ ചെയ്ത് തന്നേക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പോൾസിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.